കോതമംഗലത്ത് 6 വയസ്സുകാരിയെ കൊലപ്പെടുത്തിയ കേസിൽ ദുർമന്ത്രവാദ സംശയവും. കേസിൽ ഇതുവരെ മറ്റ് പ്രതികൾ ഇല്ലെന്നാണ് പോലീസ് നിഗമനം. അതിനിടയിലാണ് നാട്ടുകാർ ചില സംശയങ്ങൾ ചർച്ചയാക്കുന്നത്. ചിലരെ ചോദ്യം ചെയ്യുന്നുണ്ട്. കൊലപാതകത്തിൽ പിതാവ് അജാസ് ഖാന് പങ്കില്ലെന്നാണ് പോലീസിന്റെ നിഗമനം. സ്വന്തം കുട്ടി അല്ലാത്തതിനാൽ ഒഴിവാക്കാനായിരുന്നു കൊലപാതകമെന്ന് അനീസ പോലീസിന് മൊഴി നൽകിയിട്ടുണ്ട്. ഇതിനിടയ്ക്കാണ് അനീസയ്ക്ക് ബാധ കൂടലുണ്ടോ എന്ന സംശയം ഉയരുന്നത്. രാത്രി ഭക്ഷണം കഴിച്ച് ഉറങ്ങിയ മകൾ രാവിലെ വിളിച്ചിട്ട് എഴുന്നേറ്റില്ല എന്നായിരുന്നു കുട്ടിയുടെ പിതാവും കൊലപാതകിയായ രണ്ടാനമ്മയും പോലീസിന് രാവിലെ നൽകിയ മറുപടി. ഇൻക്വസ്റ്റിൽ കുട്ടിയുടെ ശരീരത്തിൽ കാര്യമായ മുറിവുകളൊന്നും തന്നെ കണ്ടെത്തിയില്ല. അസ്വാഭാവിക മരണത്തിന് പോലീസ് കേസെടുത്തു. പിന്നാലെയാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ കുട്ടിയെ ശ്വാസം മുട്ടിച്ച് കൊലപ്പെടുത്തിയെന്ന് കണ്ടെത്തിയത്. പിന്നീട് അജാസ് ഖാനെയും രണ്ടാനമ്മയെയും ചോദ്യം ചെയ്തപ്പോൾ കൊലപാതകത്തിന്റെ ചുരുളഴിഞ്ഞു. കുഞ്ഞിനെ കഴുത്തു ഞെരിച്ച് കൊലപ്പെടുത്തിയെന്ന് അനീസ പോലീസിനോട് സമ്മതിച്ചു. രാത്രി അജാസ് ഖാൻ വീട്ടിൽ നിന്നും പുറത്തു പോയപ്പോഴാണ് കുട്ടിയുടെ കഴുത്തു ഞെരിച്ച് കൊലപ്പെടുത്തിയത്. കോതമംഗലം നെല്ലിക്കുഴി 1-ാം വാർഡിൽ പുതുപ്പാലം ഭാഗത്ത് താമസിക്കുന്ന അജാസ് ഖാന്റെ മകൾ മുസ്കാനാണ് മരിച്ചത്. അജാസ് ഖാനും ഭാര്യയും 2 മക്കളുമായിരുന്നു വീട്ടിലുണ്ടായിരുന്നത്. ഇന്നലെ രാത്രി ഭക്ഷണം കഴിച്ച് ഉറങ്ങാൻ കിടന്നതായിരുന്നു മുസ്കാൻ. അജാസ് ഖാനും ഭാര്യയും ഒരു മുറിയിലും മക്കൾ 2 പേരും മറ്റൊരു മുറിയിലുമായിരുന്നു കിടന്നിരുന്നത്. മുസ്കാനൊപ്പം ഉണ്ടായിരുന്നത് കൈക്കുഞ്ഞായിരുന്നു. രാവിലെ പെൺകുട്ടി എഴുന്നേൽക്കാതായതോടെ ചെന്നു നോക്കിയപ്പോഴാണ് മരിച്ച നിലയിൽ കണ്ടെത്തിയത് എന്നാണ് മാതാപിതാക്കൾ പറഞ്ഞത്. കുഞ്ഞ് മരിച്ച വിവരമറിഞ്ഞ് സംശയം തോന്നിയ നാട്ടുകാരാണ് പഞ്ചായത്ത് മെമ്പറിനെയും പോലീസിനെയും വിവരമറിയിച്ചത്. കോതമംഗലം പോലീസ് എത്തി മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിന് അയച്ചു. രാവിലെ എണീക്കുമ്പോൾ കുഞ്ഞിന് ബോധമില്ലായിരുന്നുവെന്നും ഉടൻ തന്നെ ആശുപത്രിയിൽ എത്തിച്ചുവെങ്കിലും അവിടെ എത്തുമ്പോഴേക്കും കുട്ടി മരിച്ചിരുന്നു എന്നാണ് കുട്ടിയുടെ രണ്ടാനമ്മ പറഞ്ഞത്. എന്നാൽ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ ശ്വാസം മുട്ടിയാണ് കുട്ടി മരിച്ചത് എന്ന് മനസ്സിലാക്കിയ പോലീസ് അച്ഛനെയും കുട്ടിക്കൊപ്പം വീടിനകത്തുണ്ടായിരുന്ന രണ്ടാനമ്മയെയും കസ്റ്റഡിയിലെടുത്ത് വിശദമായി ചോദ്യം ചെയ്യുകയായിരുന്നു. ഇതിനൊടുവിലാണ് കൊലപാതകം സംബന്ധിച്ച വിവരങ്ങൾ പുറത്തു വന്നത്. കുഞ്ഞിനെ കൊലപ്പെടുത്തിയ രണ്ടാനമ്മയാണെന്ന വിവരം മാത്രമാണ് പോലീസ് നിലവിൽ പുറത്തുവിട്ടിട്ടുള്ളത്. ആലുവ റൂറൽ SP അടക്കം കോതമംഗലം പോലീസ് സ്റ്റേഷനിൽ നേരിട്ടെത്തിയാണ് ചോദ്യം ചെയ്യലിന്റെ ഭാഗമായതും വിശദാംശങ്ങൾ ശേഖരിച്ചതും. കുഞ്ഞിന്റെ അച്ഛന് കൊലപാതകത്തിൽ പങ്കില്ല എന്നാണ് പോലീസിന്റെ പ്രാഥമികമായ നിഗമനം. ചോദ്യം ചെയ്യലിൽ ഇത് വ്യക്തമായതായും പോലീസ് പറഞ്ഞു. സംഭവം നടന്ന സമയം ഇയാൾ വീട്ടിൽ ഇല്ലായിരുന്നു എന്നത് സംബന്ധിച്ചും പോലീസിന് വിവരം ലഭിച്ചിട്ടുണ്ട്. എന്നിരുന്നാലും എല്ലാ വശങ്ങളും കേന്ദ്രീകരിച്ച് സംഭവത്തെക്കുറിച്ച് വിശദമായ അന്വേഷണം നടത്തുമെന്നാണ് പോലീസ് അറിയിക്കുന്നത്. നെല്ലിക്കുഴിയിൽ കൊല്ലപ്പെട്ട 6 വയസ്സുകാരി മുസ്കാന്റെ മൃതദേഹം ഏറ്റെടുക്കാൻ ആരും എത്തിയിട്ടില്ല. കേസിൽ രണ്ടാനമ്മ അനീസ അറസ്റ്റിലും പിതാവ് അജാസ് ഖാൻ കസ്റ്റഡിയിലുമായതോടെ മൃതദേഹം കോതമംഗലം താലൂക്ക് ആശുപത്രി മോർച്ചറിയിൽ സൂക്ഷിച്ചിരിക്കുകയാണ്. അജാസിന്റെയും അനീസയുടെയും ബന്ധുക്കളെ വിവരം അറിയിച്ചതായി പോലീസ് പറഞ്ഞു. എന്നാൽ ബന്ധുക്കൾ എപ്പോൾ എത്തുമെന്നതിൽ വ്യക്തതയില്ല. അനീസയുടെ മകൾ 2 വയസ്സുകാരി എൽമയും സംഭവത്തോടെ തനിച്ചായി. നിലവിൽ പിതാവിനൊപ്പം പോലീസ് സ്റ്റേഷനിലുള്ള കുട്ടിയെ സുരക്ഷിത കേന്ദ്രത്തിലേക്ക് മാറ്റും. 25 വർഷം മുമ്പാണ് UP-കാരിയായ അജാസിന്റെ കുടുംബം നെല്ലിക്കുഴിയിലെത്തിയത്. ഇവിടത്തെ ഫർണിച്ചർ കടയിൽ ജീവനക്കാരായിരുന്ന അജാസ് 2 വർഷം മുമ്പാണ് നെല്ലിക്കുഴിയിൽ സ്ഥലം വാങ്ങി വീട് വെച്ചത്.